ജാഗ്രതയോടെ രാജ്യം. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി യുദ്ധസമാനമായ സാഹചര്യം ആണ് ഉള്ളത്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ചണ്ഡീഗഡിൽ അപായ സൈറൻ മുഴങ്ങി. ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അതേസമയം ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുകയാണ്. ഉറിയിലും പൂഞ്ചിലും ഇന്ന് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി. രണ്ടിടത്തും ഓരോരുത്തർ വീതം മരണപ്പെട്ട സാഹചര്യവുമുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം നീണ്ട പ്രകോപനത്തിന് ശേഷം ആണ് ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ കൈവിട്ട കളിക്ക് ഒരുങ്ങിയത്. ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ വിറച്ചിരുന്നു. ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇന്ത്യ കനത്ത ആക്രമണം ആണ് നടത്തിയത്. ഉറിയിൽ ഇന്ത്യ സേനാ നീക്കം തുടരുകയാണ്. ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് മാറ്റിവെക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. പക്ഷേ പ്രതിരോധ വിഭാഗവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രി തന്നെ പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും. പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കണം എന്നത് സംബന്ധിച്ച വളരെ നിർണായകമായ കൂടിയാലോചനകൾ അടക്കമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാകേഷാണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, രാജ്യം അതീവ ജാഗ്രതയിൽ തുടരുന്നു. അതിർത്തി സംസ്ഥാനങ്ങൾക്ക് കർശനമായ നിർദ്ദേശമുണ്ട്. അവിടെ ജനങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ യോഗങ്ങൾ ആണ് പ്രധാനമായും പുരോഗമിക്കുന്നത്? അഭിലാഷ്, പ്രധാനമായും പടിഞ്ഞാറൻ മേഖലയിലെ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാകാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ സംസ്ഥാനങ്ങൾ നടത്തുന്നത്. പല സംസ്ഥാനങ്ങളുടെയും ഉന്നതതല യോഗം, മന്ത്രിസഭാ യോഗങ്ങളൊക്കെ തന്നെ ചേരുകയാണ്. പാകിസ്ഥാനോടുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 500 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുകയും അതിർത്തി മേഖലകളിലേക്ക് 10 മന്ത്രിമാരെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതിർത്തി മേഖലയിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അടിയന്തര സാഹചര്യം നേരിടാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായി ഒരുക്കങ്ങൾക്കും മറ്റുമായാണ് ഈ മന്ത്രിമാരെ നേരിട്ട് തന്നെ അവിടങ്ങളിൽ എത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇന്നലെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച ഡ്രോണുകൾ ലക്ഷ്യം വെച്ച പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്ന് പഞ്ചാബായിരുന്നു. അതായത് അമൃത്സർ ലക്ഷ്യമാക്കി ഡ്രോണുകൾ വന്നിരുന്നു. ഹോഷിയാർപൂരിൽ നിന്ന് ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പഞ്ചാബിലെ പല മേഖലകളിലും ഇത്തരത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിമാർ 10 പേർ അവിടേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ രാജസ്ഥാനിലും രാവിലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വിളിച്ച യോഗം, ഉന്നതതല യോഗം ചേർന്ന് അവിടെ സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തു. രാജസ്ഥാനിലും സമാനമാണ് സാഹചര്യം. അവിടെയും ജയ്സാൽമീർ, ഒപ്പം തന്നെ ശ്രീഗംഗാനഗർ, ബാഡ്മേർ തുടങ്ങിയ പലയിടങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനമുണ്ടായി. അതെല്ലാം തന്നെ സൈന്യം തുരത്തി. എങ്കിൽ പോലും ഇനിയും തുടർ നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തിയേക്കാം എന്നൊരു കണക്കുകൂട്ടലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാനും ഉന്നതതല യോഗം ചേർന്നതും നടപടികൾ സ്വീകരിച്ചതും. ഗുജറാത്തിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ദേവേന്ദ്ര ഫഡ്നവിസ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതാണ് പടിഞ്ഞാറൻ അതിർത്തിയിലെ സംസ്ഥാനങ്ങളിലെ സാഹചര്യം. ചണ്ഡീഗഡിൽ ഇന്ന് രാവിലെ സൈറൻ മുഴങ്ങി. പ്രത്യേകിച്ച് എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ആളുകൾ വീടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമൊക്കെ തന്നെ നൽകിയത്. ഏതായാലും ഹൈക്കോടതി പ്രത്യേകിച്ച് ചണ്ഡീഗഡിലാണ്. അവിടെ അടിയന്തര കേസുകൾ മാത്രമാണെന്ന് പരിഗണിച്ചത്. മറ്റെല്ലാ നടപടികളും സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അത്തരം സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയുണ്ടായി. ഇത് കൂടാതെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്, അല്ലെങ്കിൽ സംഘർഷം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത് ജമ്മു കശ്മീരിൽ തന്നെയാണ്. അത് നിയന്ത്രണരേഖയോട് ചേർന്നുകൊണ്ടാണ് അവിടെ ആക്രമണം നടക്കുന്നത്. കാരണം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതാണ്.
ഇന്നും സമാനമായ രീതിയിൽ പുലർച്ചെയും ഇന്നലെ രാത്രിയുമൊക്കെ തന്നെയായി ഇന്ത്യൻ പോസ്റ്റുകൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം നടത്തി. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ ഉറിയിലും മറ്റൊരാൾ പൂഞ്ചിലുമാണ് കൊല്ലപ്പെട്ടത്. ഉറിയിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം ബങ്കറിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് ബാരാമുള്ളയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്കോർപിയോ വാഹനത്തിൽ ബന്ധുക്കൾക്കും 2 കുട്ടികളും അടക്കം 6 പേരാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവർ വീട്ടിലേക്ക് പോകുമ്പോഴാണ്, സുരക്ഷാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത്. അങ്ങനെ ഷെല്ലാക്രമണത്തിൽ അവർ കൊല്ലപ്പെടുന്നു. നർഗീസ് ബീഗം എന്നാണ് അവരുടെ പേര്. പൂഞ്ചിലും സമാനമായ രീതിയിൽ ഒരു സാധാരണക്കാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം നോക്കുകയാണെങ്കിൽ 18 പേർ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ പൂഞ്ച് ഉറി സെക്ടറുകളിലായി കൊല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുമ്പോഴും ഒരു വശത്ത് ഭീകരരെ പിന്തുണയ്ക്കുകയാണ് പാകിസ്ഥാൻ. അതായത് സാംബ എന്ന് പറയുന്നത് LOC അല്ല, മറിച്ച് അന്താരാഷ്ട്ര അതിർത്തിയാണ്. അവിടെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഇപ്പോൾ സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 7 ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് ഇപ്പോൾ സൈന്യത്തിൻ്റെതായുള്ള വാർത്താക്കുറിപ്പാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ അവർ വിശദീകരിച്ച് പറയുന്നുണ്ട്. സൈന്യം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഒപ്പം തന്നെ മറ്റു യുദ്ധസാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കാൻ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ പ്രകോപനമുണ്ടായി. ഇതിനൊപ്പം ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയിലും പാക് പട്ടാളം ആക്രമിച്ചു. എന്നാൽ ഇതിനെല്ലാം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ നിയന്ത്രണ രേഖയിലും ഒപ്പം തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിലും തകർത്തു എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പരമാധികാരം കാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി സൈന്യം പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ഒരു 13 സെക്കൻഡുള്ള ഫുട്ടേജ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒരു പാക് സൈനിക പോസ്റ്റ് തകർക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചാണ്, പക്ഷെ അതുണ്ടായില്ല. ഒരുപക്ഷെ ഇന്നലത്തേതുപോലെ വൈകിട്ട് 5:30-ക്കായിരിക്കും ഈ വാർത്താ സമ്മേളനം ഉണ്ടാകാൻ സാധ്യത. ഏതായാലും അതീവ ജാഗ്രത തുടരുന്നു. നിർണായക യോഗങ്ങൾ നടക്കുന്നു. DRDO മേധാവിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. ഇനി സംയുക്ത സേനാ മേധാവിയുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെ നിർണായക ചർച്ചകൾ ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അമിത്ഷാ ഇപ്പോൾ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ BSF മേധാവി പങ്കെടുക്കും. ഒപ്പം തന്നെ CASF DG പങ്കെടുക്കും. ഒപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സേനാ മേധാവികളുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ സേനാ തലവന്മാരെ നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങൾക്കും കൃത്യമായി തടയിടാൻ നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്നലെ മാത്രം 50 ഡ്രോണുകൾ ആണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ അടക്കം വെടിവെച്ച് വീഴ്ത്തിയത് ആയിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ F-16 എന്ന വിമാനം, JF-17 യുദ്ധവിമാനങ്ങൾ അടക്കം ആണ് തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്നത് S-400 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, സുദർശൻ ചക്ര എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളെ തിരിച്ചറിയുന്നതിനും പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ അത് നിർവീര്യമാക്കുകയും ചെയ്യുന്നതിനുള്ള ശേഷിയാണ് നമ്മുടെ രാജ്യത്തിന് ഉള്ളത്. അങ്ങനെയുള്ള സംവിധാനം ആണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് പ്രേക്ഷകർ ഇസ്രായേൽ ഗാസ ആക്രമണ സമയത്തൊക്കെ ഇസ്രായേലിലേക്ക് തുടുത്തുവിടുന്ന ഡ്രോണുകൾ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ പുറത്തുവിട്ടതാണ്. അതൊരു പക്ഷേ മലയാളി